നിങ്ങൾ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാളാണോ? എങ്ങനെ അറിയാം? ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് ഇമോഷണലി കണക്ട് ആവാറില്ലേ? ജീവിതത്തിൽ എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നതും ബന്ധങ്ങൾക്കിടയിലുള്ള ഇതേ ഇമോഷൻസ് തന്നെയാണ്. നിങ്ങൾ ഇമോഷണലി വീക്ക് ആണോ അതോ സ്ട്രോങ് ആണോ എന്നൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. എങ്കിൽ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ 1, ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ആളുകൾ റിലേഷൻഷിപ്പിൽ ഓവർ ഡിപ്പെൻഡഡ് ആയിരിക്കും. ഏതൊരു പ്രശ്നത്തെയും നേരിടാൻ ഇവർക്ക് പാർട്ട്ണറുടെ ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമായിരിക്കും. നമ്പർ 2, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഫ്രീക്വന്റ്ലി റിവിസിറ്റ് ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും മുന്നിലായിരിക്കും. നമ്പർ 3, ഇമോഷണലി വീക്ക് ആയ ഇൻഡിവിജ്വൽസിന് പേഴ്സണൽ അംബീഷൻ, ഫിനാൻഷ്യൽ, കരിയർ ഗോൾസ് എന്നിവയെക്കുറിച്ചൊക്കെയും വ്യക്തതയില്ലായ്മ സാധാരണമാണ്. പലപ്പോഴും ഇതൊരു പുതിയ ശ്രമത്തിൽ നിന്ന് അവരെ തടയുകയും അവരുടെ പേഴ്സണൽ ഗ്രോത്തിനെയും ഇംപ്രൂവ്മെന്റിനെയും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 4, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ക്രിറ്റിസിസം എന്നത് വളരെ ഭയമുള്ള ഒരു കാര്യമാണ്. സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും വളരെ വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരെ തന്നെ സ്വയം കുറ്റപ്പെടുത്തും. നമ്പർ 5, ഫ്രീക്വന്റ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ആണ്. ഇവരനുഭവിക്കുന്ന വേറൊരു പ്രശ്നം മൂഡ് സ്വിങ്സ് ആണ്. അതായത് ഒരു മിനിറ്റ് ഹാപ്പി ആയിട്ടിരുന്ന അടുത്ത നിമിഷം ഡിപ്രസ്ഡ് ആവുന്ന മെന്റൽ സ്റ്റേറ്റിലേക്ക് ഇമോഷൻസ് ഇവരെ കൊണ്ടെത്തിക്കും. ലൈഫിൽ ഇമോഷണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്താൽ മാത്രമാണ് റിലേഷൻഷിപ്പും ഗോൾസും എല്ലാം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും.